അങ്ങനെ ഞാനിന്ന് പ്രതീക്ഷിക്കാതെ തെയ്യം കാണാൻ എത്തിച്ചേർന്നത് കാസർഗോഡ് ജില്ലയിലെ കർണാടക അതിർത്തിയോട് കിടക്കുന്ന കുമ്പള എന്ന ഗ്രാമത്തിലാണ്. ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുമ്പളയിലെത്തിയതായിരുന്നു ഞാൻ. അപ്പോഴാണ് കർക്കിടക മാസത്തിലെ ആദിവ്യാധികളെ അകറ്റുന്ന ഗളിഞ്ചൻ തെയ്യം പുറപ്പെടുന്നത് ഇന്നു മുതലാണെന്ന് ഞാൻ അറിഞ്ഞത്. ആടിയും വേടനും പോലെ കാസർഗോഡ് ജില്ലയിലെ ചില ഗ്രാമങ്ങളിൽ കർക്കിടക മാസത്തിലെ അസുഖങ്ങളും ദുരിതങ്ങളും അകറ്റുന്നതിനു വേണ്ടി ദേശം സഞ്ചരിച്ച് അനുഗ്രഹം നൽകി വരുന്ന തെയ്യമാണ് ഗളിഞ്ചൻ തെയ്യം. പണ്ടുകാലത്ത് കർക്കിടക മാസം മഹാവ്യാധികളുടെയും മഹാമാരികളുടെയും കൂടാതെ പഞ്ഞമാസം എന്നും അറിയപ്പെടുന്നു. ആ മാസത്തിലെ ദുരിതങ്ങളും കഷ്ടതകളും ഗളിഞ്ചൻ തെയ്യം നീക്കിത്തരുന്നു എന്നാണ് പഴമക്കാരുടെ വിശ്വാസം. ഞാൻ അവിടെ എത്തിയ ദിവസം, അതായത് കർക്കിടക മാസം തുടങ്ങി ഗളിഞ്ചൻ തെയ്യം പുറപ്പെടാൻ തുടങ്ങുന്ന ദിവസം, ഒരു ചെറിയ കുട്ടിയാണ് ഈ ഗളിഞ്ചൻ തെയ്യം കെട്ടിയാടിയത്. പഴമ നിറഞ്ഞു നിൽക്കുന്ന ആ ഗ്രാമത്തിലൂടെ കുറച്ചു നേരം ഞാനും ഗളിഞ്ചൻ തെയ്യത്തിൻ്റെ കൂടെ സഞ്ചരിച്ചു. നമുക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ആ പഴയ പച്ചപ്പും കാടുകളും ചെറിയ അരുവികളും വളരെ സുന്ദരമായ ഇടവഴികളും ഒക്കെ ഞാൻ ആ ഗ്രാമത്തിൽ കണ്ടു. പഴമയുടെ ആ സൗന്ദര്യത്തിലേക്ക് ഞാൻ തിരിച്ചു പോയതുപോലെ എനിക്ക് തോന്നി. അത്രക്കും മനോഹരമായ ഇടവഴികൾ. പിന്നീട് ഞാൻ അവിടെ നിന്നും തിരിച്ചു വരുമ്പോൾ ആ പ്രകൃതി സുന്ദരമായ ഗ്രാമം എൻ്റെ മനസ്സിനെ വീണ്ടും പിന്നീടൊരിക്കൽ അവിടേക്ക് ചെല്ലാൻ ആകർഷിച്ചു കൊണ്ടേയിരുന്നു. അത്രമേൽ സുന്ദരമായ ഒരു ഗ്രാമം. Ini